ഫയർ പോലും ചെയ്തിട്ടില്ല. ഇറങ്ങിയാണ് ഞാനും സംസാരിക്കട്ടെ. നിങ്ങൾ ഫയർ പോലും ചെയ്തിട്ടില്ല. നീ നമ്മുടെ ഡെക്കുവാണോ? നീ ഡെക്കുവാണോ? ഒരു സെക്കൻഡ് ഒരു സുനാമി വരുന്നതിന് കൊറേ ഇട്ട് ഞാൻ വെടിവെച്ചായിരുന്നു. അതിന് ചോദിക്കാട്ടോ, അതിന് ചോദിക്കാൻ ഹംസക്കുട്ടി ഉണ്ടോ? ഹംസക്കുട്ടി ഉണ്ടോ? എടാ ഹംസക്കുട്ടി ഉണ്ടോ? ഹംസക്കുട്ടി ഉണ്ടോ? അവനെ വിളി. അവനല്ലേ കൊണച്ചത്. അവനെ വിളി. അവനെ വിളി. അവനെ വിളി. ഹംസക്കുട്ടിയെ വിളി. നമുക്ക് ഇവിടെ റൂൾ ഉണ്ടല്ലോ. ഇത്രയും മാന്യത ഒന്നും കണ്ടില്ലല്ലോടാ വൈകുന്നേരം. വല്ലോ നടക്കുവോ ബ്രോ? കൊറേ നേരം ആയല്ലോ. അറിയാ നട്ടലുള്ളവന്മാരാണ് തുറന്നു പറയണം. നട്ടലുള്ളവന്മാരാണ് തുറന്നു പറയും. എടാ ഇവിടെ ഗ്യാങ് എടാ അപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നട്ടലില്ലാത്തവനാണല്ലോ. സമ്മതിച്ചല്ലോ. നിങ്ങൾ അല്ലെങ്കിൽ നട്ടലില്ലാത്തവനാണല്ലോ. നട്ടല് വാടകയ്ക്ക് മേടിച്ചിട്ട് ഈ വാടക വീട് മേടിക്കുന്ന പൈസ കൊണ്ട് വല്ല നട്ടലും വാടകയ്ക്ക് മേടിച്ചിട്ടാ. ഡെക്കുകൊണ്ട വേണമെങ്കിൽ ഇറങ്ങി വാടാ. അത് ചെറുതാ വെക്കാൻ പറ്റത്തില്ല. എന്റെ പൊന്നു കൂടുതൽ സംസാരിക്കാൻ മാത്രമേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. പുറത്തോട്ടിറങ്ങി കുറയ്ക്കുന്നവൻ. എന്റെ പൊന്നു ബ്രോ വീടിന്റെ ഫ്രണ്ട് വന്നാണ് വെല്ലുവിളിക്കുന്നത്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറങ്ങിയിട്ട് വന്ന് ചെയ്യും. ഈ കൂട്ടിനകത്ത് കയറിയിരിക്കാതെ ഇവന്മാരെ കൊണ്ടൊന്നും പറ്റത്തില്ലടാ. അപ്പൊ പോയി ഇവന്മാരെ കൊണ്ടൊന്നും പറ്റൂലടാ. ഇത് നമ്മുടെ വണ്ടിയല്ലേ ഇത് ഞങ്ങളുടെ വണ്ടി. നമ്മുടെ ഞാൻ അൺലോക്ക് ചെയ്തോ. എന്നെ വണ്ടി ഇറങ്ങി പോടാ. കുലാങ്കത്തി എവിടം വരെ ടെറിട്ടറി ഉണ്ടെന്ന് പറയാം. ആ മതിലിനപ്പുറം നോക്കിയാ പോരെ. മതിലിപ്പുറം റോഡല്ലേ. ഔട്ട് ഓഫ് സൈറ്റ് ആണോ? ഇവന്മാര് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവന്മാരിപ്പോ എന്താ ഇങ്ങനെ പാവം അഭിനയിക്കണെന്ന് അറിയാം. ഇവന്മാർക്ക് ഗ്യാങ് ഹൗസ് അകത്ത് കയറി ഇരിക്കാൻ പറ്റത്തില്ല. അതറിയാം. നമുക്ക് വണ്ടി അവിടെ നിർത്തി നമുക്ക് അവന്മാരെ ഗ്യാങ്ങിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിക്കൂടെ. നമ്മളവിടെ കുറച്ച് മാറി നിൽക്കാം. ഇപ്പുറത്തുണ്ട്. ഞങ്ങൾ പഠിക്കാം. കാണുന്നില്ല. ഗുലാം കത്തിപ്പോയെ. ചന്ദ്രൻ ഇതൊന്ന് അടിച്ചോട്ടെ. ഈ മാർക്ക് നോക്കൂ. ഇപ്പൊ 2 സിറ്റിസൺ വണ്ടി വന്നടാ. എമാരൊക്കെ ഏതാടാ ഇപ്പൊ വന്നേ? അത് തന്നെ. ആരാ ഹെലി? ആരാ സരക്കണ്ണാണോ? ആരാ മാർക്ക് ചെയ്തേക്കാണല്ലോ. ഞാൻ ഈ മാർക്ക് ഉണ്ടോ? ഞാൻ ഇവിടെ നിൽക്കുവാണേ. മാർക്ക് കാണുന്നില്ലേ? 7055 MG3 വിളിച്ചു പറയണം. അമ്മരിപ്പോ അക്സെപ്റ്റ് ചെയ്യും. ചെയ്താലും സീനിലാണ്. ചാറ്റൊന്നും വേണ്ട. അത് അക്സെപ്റ്റഡ് ഇട്ടുണ്ട്. ഇപ്പൊ ഇനി അമ്മ ഇറങ്ങേ. ഞാൻ ഇപ്പൊ കോൾ തരാം. എടാ നമ്മളെ വണ്ടി ഇച്ചിരി അമ്മ സൈറ്റിന്ന് മാറാം. ഞാൻ ഇവിടെ ടയർ അടി. ആ വണ്ടി ഏതാ? അമ്മരാണോ?
ആരും ആയിക്കോട്ടെ നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യം വണ്ടി എടുത്തേ ഒറ്റ ഡൗട്ട് ചോദിച്ചോട്ടെ ഇവന്മാരുടേത് വോളിന്റെ അപ്പുറമല്ലേ ഉള്ളു ചെറിയ ഒരു വണ്ടി പൊട്ടിത്തെറിച്ചാ ഇതിന്റെ ഡിക്ലെയർ ചെയ്തിട്ട് ഇവിടെ വന്നത് പാസ്വേഡ് അറിഞ്ഞൂടാ പാസ്വേഡ് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ കഴിഞ്ഞ പുറകോട്ട് അടിച്ച് മറ്റേ എന്തോ നമ്മളെ പിറ്റ് ചെയ്യണത് ആരെ ഇപ്പൊ പിറ്റ് ചെയ്തേ എടാ MG3 അമ്മക്ക് വാടക സാത്ത് പോകാൻ പറയാം ഇവരെന്തിന് ഇവിടെ വന്നേ നമ്മളെ കൊണ്ട് സിറ്റുവേഷൻ എടുപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടി ഒരുത്തം വന്ന് വെളിയിരിക്കുന്നത് നിന്റെ ഫോൺ നീ തിരിച്ചിട്ടത് നിനക്ക് വർക്കാവുണ്ടോന്ന് പോവേ ഒത്തിരി ലേറ്റ് ആയിട്ട് അടിക്കണ്ടേ ഫോണാ ഇത് അത് വെറും ഫോണാ ഇത് എക്സ്പോണാണ് എന്റെ അതാ വർക്കാവാതെ എടാ എല്ലാരും 705 ഇങ്ങ് വന്നേ എടാ എല്ലാരും ഇങ്ങോട്ടോ 7057 ഇങ്ങോട്ടോ നിന്റെ ഫോണിന്റെ പാസ്വേഡ് എന്താടാ അണ്ണാബി നിനക്ക് മാത്രം എത്ര PL അടിച്ചു കയറണേ ഓ ഡാർക്ക്നെറ്റ് അളിയന്മാരെ നമ്മൾ അടിക്കുന്ന പേര് ചാത്തിരുന്നാണ് കേട്ടാ അളിയന്മാര് ലൊക്കേഷനൊക്കെ ഇവന്മാരല്ലേ വാറ വിളിച്ചു ഇവന്മാര് തന്നെ ഇവന്മാര് പൊട്ടന്മാരാണ്ടാ ഇവന്മാര് എവിടെ വണ്ടി എടുത്തോണ്ട് ഇവിടെ വരെ ഓക്കെ അളെ അടിക്കാവോ രായ അടിക്കാവോ എനിക്ക് അറിഞ്ഞൂടാ ആര് സരക്ക് പറഞ്ഞ സരക്കെണ്ണം പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അല്ലടാ എന്ന് വെച്ചാ പിന്നെ അറിയാം നമ്മൾ അതിന്റെ ഇടയ്ക്ക് അടിച്ചോണ്ടാണ് മറ്റാണെന്ന് പറഞ്ഞിട്ട് താളം വിടും മനസ്സിലായി ഇവന്മാര് വന്നില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു മനസ്സിലായോ നമ്മൾ ഓൾറെഡി ഒരു പറഞ്ഞല്ലേ വീണ്ടും രണ്ടാമത് വീണ്ടും മാറിയിട്ട് നമ്മൾ വീണ്ടും അടിക്കാൻ പോട്ട് നമ്മള് അവര് അവിടെ തന്നെ വണ്ടിയൊക്കെ അവിടെ തന്നെ കിട്ടാ നമ്മളെ വണ്ടി അവിടെ കിട്ടെ അതിന്റെ ഫ്രണ്ട് കൂടി പോകാൻ ധൈര്യം ഉണ്ടെങ്കിൽ പോയാൽ അവരോട് തട്ടി സംസാരിച്ചോണ്ടിരിക്കും അല്ലടാ എനിക്ക് മനസ്സിലാവുള്ള നീ നോക്കിയെടുത്ത് വിളിച്ച് പറഞ്ഞല്ലേ വില്ലുമോനെ ഹലോ നീ ടോക്കിയോ പറഞ്ഞല്ലേ ഇവിടെ ഉണ്ടെന്നല്ല മൈരെ പറഞ്ഞതാ എടാ നിന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞില്ലേ പിന്നെന്തിന് ഇവന്മാര് വന്നത് റേഡിയോ വീണ്ടും ഇട്ടോണ്ടല്ലോ പറഞ്ഞിരുന്നോ എന്നിട്ട് അവര് പിന്നെ വിളിച്ചപ്പോ പറഞ്ഞത് അവര് പെട്ടെന്ന് അടിച്ചിട്ട് സിറ്റുവേഷൻ ഹോൾഡ് ആക്കി എടാ സിറ്റുവേഷൻ അമര ഉണ്ടായിട്ടുണ്ട് അടിക്കാൻ റെഡിയാക്കോ അണ്ണാ ഇവിടെ ലീവ് ചെയ്യാൻ പറഞ്ഞ നിങ്ങൾ കുറച്ച് മാറിയോട് അല്ലല്ല അഡ്മിൻ വന്ന സിറ്റുവേഷൻ ലീവ് ചെയ്യാനാണോ പറഞ്ഞ രായാതാ അല്ല ഇവിടെ ലീവ് ചെയ്യാനായിരിക്കും അങ്ങനെ നിന്നൂടാ പറഞ്ഞത് എന്തെന്ന് വെച്ചാ അവര് അക്സെപ്റ്റ് ചെയ്തെന്ന് വാറ് നോക്കാം എന്താ പറയുന്നത് എന്തായാലും നിങ്ങളൊന്ന് മാറിക്കോട്ടെ അവിടെ നിന്നിടാ എല്ലാരും ഒന്ന് മാറാ 705 വണ്ടി നടുക്കിട്ടെ നോക്കട്ടെ